ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയെക്കുറിച്ച് അറിയോ? അപ്പോൾ എല്ലാവരും ചോദിക്കും സുഭദ്രയല്ലേ എന്ന് ചോദിക്കും. സത്യമാണ്, സുഭദ്ര ഭഗവാന്റെ സഹോദരി തന്നെയാണ്. പക്ഷെ മറ്റൊരു സഹോദരിയെക്കുറിച്ച് നമ്മൾ ദിവസവും കേൾക്കാറുള്ളതാണ്. ലളിതാ സഹസ്രനാമത്തിൽ പത്മനാഭ സഹോദരി എന്ന് ദേവിയെ സംബോധന ചെയ്യുന്നുണ്ട്. അതേപോലെ ധാരാളം കീർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് നാഗഗാന്ധാരി രാഗത്തിലുള്ള വളരെ സുപരിചിതമായ കീർത്തനമാണ് സരസിജനാഭ സോദരി എന്നുള്ള കീർത്തനം. ഇതിൽ ദേവിയെ സരസിജനാഭ സോദരി എന്നാണ് സംബോധന ചെയ്യുന്നത്. സരസിജനാഭ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ സഹോദരി ആയിക്കൊണ്ടാണ് അവിടെ ഭഗവതിയെ കാണുന്നത്. ഇതേപോലെ സാവേരി രാഗത്തിലുള്ള മറ്റൊരു കീർത്തനത്തിൽ അതിലെ ഒരു വരി ഇങ്ങനെയാണ്: ശ്യാമകൃഷ്ണ സോദരി എന്ന് ദേവിയെ സംബോധന ചെയ്യുന്നുണ്ട്. പക്ഷെ കഥാസന്ദർഭങ്ങളിലൊന്നും നോക്കിയാൽ ഒരു ഭൗതിക കഥാപാത്രമായിട്ട് ഭഗവതിയെ കാണാനും സാധിക്കില്ല. അവിടെ ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും സഹോദരിയായിട്ട് സുഭദ്രയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴാ ഭഗവതി ഭഗവാന്റെ സഹോദരിയായത് എന്ന് നോക്കാം. പുരാണത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാരാഗൃഹത്തിൽ ദേവകി വസുദേവന്മാരെ അടച്ചിരിക്കുകയാണ് കംസൻ. 6 പുത്രന്മാരുണ്ടായി ദേവകിക്ക്. ഈ 6 പേരെയും തൻ്റെ അന്തകനാണോ എന്ന് പേടിച്ച് കംസൻ നിഷ്കരുണം പാറപ്പുറത്ത് അടിച്ചു കൊന്നു. 7ാമത് സാക്ഷാൽ അനന്തമൂർത്തി തന്നെ ദേവകി ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയത്താണ് സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മായാസ്വരൂപിണിയായിട്ടുള്ള ശക്തിസ്വരൂപിണിയായിട്ടുള്ള ദേവിയെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ദേവി മഥുരയിലേക്ക് ചെല്ലണം. മഥുരയിൽ കംസന്റെ കാരാഗൃഹത്തിൽ ദേവകി വസുദേവന്മാരെ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്. മാത്രമല്ല ദേവകി ദേവി ഗർഭിണിയാണ്, 7ാമത് ഗർഭിണിയാണ്. ദേവകി ദേവിയുടെ ഗർഭത്തിലുള്ള അനന്തമൂർത്തിയെ ദേവി വ്രജത്തിൽ നന്ദഗോപരുടെ സംരക്ഷണയിലുള്ള വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായ രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്ക് മാറ്റണം. അതുകൊണ്ട് തീർന്നില്ല. ദേവി നന്ദഗോപരുടെ പത്നിയായ യശോദാദേവിയുടെ ഗർഭത്തിൽ പ്രവേശിക്കണം. ഞാൻ എത്രയും പെട്ടെന്ന് ശ്രീകൃഷ്ണാവതാരത്തെ സ്വീകരിക്കാൻ ഭാവിക്കുകയാണ്. പ്രസവം കഴിഞ്ഞാലും ഭൂമിയിലേക്ക് അവതരിച്ചു കഴിഞ്ഞാലും ദേവി തിരിച്ചു പോരണ്ട കേട്ടോ. ദേവി അവിടെ തന്നെ നിന്നോളൂ. എന്താ കാരണം? എന്നെ ആശ്രയിക്കുന്ന ഭക്തരെ എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതിനായിക്കൊണ്ട് ദേവി അവരെ നല്ലതുപോലെ അനുഗ്രഹിക്കണം. ഭക്തരായിട്ടുള്ള ആളുകൾ ദേവിയെ എത്ര പേരുകളിലാണ് ആരാധിക്കുക എന്നതിന് കണക്കില്ല. ദുർഗ, ഭദ്രകാളി, വിജയ, വൈഷ്ണവി, കുമുദ, ചണ്ഡിക, കൃഷ്ണ, മാധവി, കന്യക, മായ, നാരായണി, ഈശാനി, ശാരദ, അംബിക തുടങ്ങി ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത അത്ര നാമങ്ങളെ കൊണ്ട് ദേവിയെ അവർ ഉപാസിക്കും. അപ്പോൾ ദേവി ചെയ്യേണ്ടത് എന്താ? ഇങ്ങനെയുള്ള ഭക്തരെ എൻ്റെ അടുത്തേക്ക്